D4 ഡാന വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മാനികാവ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മളിത് രാവിലെ സെറ്റായി റെഡിയായി നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം അതുപോലെ തന്നെ എൻ്റെ കോലമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഗായ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ സാരിയൊക്കെ എടുത്ത് നല്ല ട്രഡീഷണൽ ലുക്കിലാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവരവിടെ കിടന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ടാവും അതിൻ്റെ ആക്കണ്ട. അപ്പം നമ്മുടെ 4000 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ മാനികാവ് അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ മാനികാവ് അമ്പലത്തിനെ കുറിച്ച് ഞാൻ മുമ്പൊക്കെ ഷോർട്സും വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്പലം ഇപ്പോൾ ഭയങ്കരമായിട്ട് പുരോഗമിച്ച് പോയിട്ടോ. പണ്ടത്തെ ആ ഒരു ടച്ച് മുഴുവൻ വിട്ടിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹൈടെക് ആക്കി അമ്പലം മൊത്തത്തിൽ ബോറാക്കിയിട്ടുണ്ട്. ഞാൻ ആ അഭിപ്രായമാണ് പറയുള്ളൂ. കാരണം ആ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വയലിൻ്റെ നടുക്ക് മുമ്പിലൊരു താമ്പലും താമരയൊക്കെ ഉണ്ടായിരുന്നു. വയലിലും അതെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വയലിൽ കൂടി നടന്ന് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പം അവർ ആ വയലൊക്കെ ഫുള്ള് നികത്തി ഇന്റർലോക്കൊക്കെ ചെയ്ത് ഉള്ള വെയിലൊക്കെ അടിച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. കാലൊക്കെ പൊള്ളും. ആ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അമ്പലം ഇത്രയേ ഉള്ളൂ. ആ അമ്പലത്തിന് ചുറ്റും വയലായിരുന്നു. അപ്പം ഇവരിങ്ങനെ ഇപ്പോൾ ഹൈടെക് ആക്കിയതുകൊണ്ട് തന്നെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവർ മുകളിൽ ഭയങ്കരമായിട്ട് മേൽക്കൂരയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മരങ്ങളൊന്നുമില്ല. അമ്പലത്തിന്റെ ഒരു നാച്ചുറൽ ടച്ച് ഫുള്ള് വിട്ടിട്ട് ഭയങ്കര മോഡേൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണ് എനിക്ക് അമ്പലം ഫുൾ മോഡൽ. പച്ചക്കിളി. അപ്പൊ നമ്മുടെ പങ്കെടുന്ന പച്ചക്കിളിയായിട്ടാണ് വന്നിരിക്കുന്നത്. തത്തപ്പച്ച പറന്നിരിക്കുന്ന സാരി ആയതുകൊണ്ട് അതന്നെ ഭയങ്കര അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ വാവാറ്റ് ഇതാ റെഡ് കിളി ഗായ്സ്. അപ്പൊ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഓടി വരികയാണ്. ഇത് ബാക്കിൽ നമ്മുടെ അമ്മച്ചി വാവാറ്റ ഭയങ്കര എല്ലാവരും ഉണ്ട്. നമുക്ക് നമ്മുടെ ഓട്ടോയിലേക്ക് ചാടി കയറാം ഗായ്സ്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഓട്ടോയിലാണുള്ളത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മുടെ അമ്പലത്തിലേക്ക് പോകാൻ. നമ്മൾ നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് വന്നത്. കുറേ നാളായി പോയിട്ടില്ലേ വാവാറ്റി? അതെ. അപ്പോൾ പൈങ്കിളി ഇതേ പച്ചക്കിളിയായിട്ട് അനങ്ങാതിരിക്കുവാണ്. അമ്മച്ചി അതെ അതുപോലെ അമ്മയോടെ പോയി. അപ്പോൾ നമ്മൾ എല്ലാവരും ഞാൻ കാണിച്ച് തന്നില്ല ഗൈസ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കേട്ട് എല്ലാവരും ഞാൻ കറക്റ്റ് കാണിച്ചില്ല. അത് നമ്മുടെ ഓട്ടോ ഫാസ്റ്റായിട്ട് വന്നു. അപ്പം നമ്മൾ കുറേ കട്ടറൊക്കെ ചാടി മറിഞ്ഞ് സർവൈവ് ചെയ്ത് അമ്പലത്തിലേക്ക് ഓൺ ചെയ്യുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ അമ്പലം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നമ്മുടെ പാണ്ഡവന്മാർ ഇവിടെ ചൂത് കളിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന് ചൂതുപാറ എന്ന് പേര് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തും കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ എവിടെ ഫ്രണ്ടിൽ എൻട്രൻസിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പടിപ്പുരയൊക്കെ പണിതിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മമ്മ, നമ്മുടെ പൈങ്കിളി, നമ്മുടെ അമ്മച്ചി, നമ്മുടെ വാവാറ്റ, അപ്പോൾ നമ്മൾ 5 പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അമ്പലം ടോട്ടലി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് വന്നപ്പോൾ വരെ പഴയ അമ്പലമായിരുന്നു. അപ്പം ഇപ്പോൾ വന്നപ്പോഴേക്കും അമ്പലത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതേ പുതിയ പുതിയ ഓഫീസൊക്കെ ഇത് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെയിലത്താണ് നിൽക്കുന്നത്. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓ ഗായ്സ് നിങ്ങൾ കണ്ടോ? അപ്പോൾ അമ്പലം ടോട്ടലി മൊത്തം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അമ്പലത്തിന് എന്തോരം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അമ്പലത്തിലേക്ക് നമുക്ക് താഴേക്ക് നടന്ന് നീങ്ങാം കേട്ടോ ഗായ്സ്. നമ്മളിനി ചെരുപ്പ് അഴിച്ചിടാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ. നമ്മൾ 3 പേരും ഓരോ ഡിസൈനാണ്. പക്ഷേ കളർ മാത്രമേ ചേഞ്ച് ഉണ്ടെന്നുള്ളൂ ഗായ്സ്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് മങ്കീസ്. അപ്പോൾ അതാ നമ്മുടെ മങ്കി സർക്കസ് കളിയാണ് പൈപ്പൊക്കെ. അപ്പോൾ ഒരു കുട്ടനെ അവിടെ കിടന്ന് കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട് മങ്കീനെ. അതാ ഗായ്സ്. അപ്പം വീഡിയോ അലൗഡ് ആണോന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് ഇനി വേണ്ടെന്ന് പറയുമായിരിക്കും. എന്തായാലും നമുക്ക് നൈസിലെടുക്കാം. യെസ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മാനികാവ് സ്വയംഭൂ ശിവക്ഷേത്രത്തിൻ്റെ നവീകരണ കലശത്തിൻ്റെ ബോർഡാണ് ഇപ്പോൾ കണ്ടത്. അപ്പം നവീകരണ കലശമൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും വരാനൊന്നും പറ്റിയിട്ടിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളോട് എന്തേ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലം ടോട്ടലി ഫുള്ള് സാധാരണ ഇവിടെയായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് സൈഡ് മാറിയിട്ട് ഇതേ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇതാ അവിടെ കാണുന്നുണ്ടോ? അത് ഓഫീസാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇതാണ് ഇവിടെയാണ് എൻട്രൻസ്. അപ്പം എന്താ പറയുക, നമ്മളിനി അമ്പലത്തിൻ്റെ നട അടച്ചേക്കുവാണ്.
അപ്പം കുറേ പേര് അവിടെ wait ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അമ്പലം തുറക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. പിന്നെ ഒന്നാമത്തെ കാര്യം വെയിലും ഉണ്ട്. പിന്നെന്താ ഒത്തിരി മങ്കീസിനെ നമുക്ക് ഇവിടെ കാണാം. പൈകിളി വാവാറ്റയൊക്കെ ഇതേ പിള്ളേരെ കൊണ്ട് നീ അവിടെ പൈപ്പിൽ കിടന്ന് തൂങ്ങിയത് ഞങ്ങൾ കണ്ടതാ അല്ലേ പങ്ക? അപ്പോൾ ഇഷ്ടം പോലെ ഇവിടെ കാടിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ അമ്പലം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ അമ്പലം എവിടെയാണ് ഡെസ്റ്റിനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിൽ മീനങ്ങാടി ചൂതുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ മാനികാവ് അമ്പലം. പക്ഷേ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ മീനങ്ങാടിയിലല്ല കേട്ടോ. നമ്മളെ ഇവിടുന്ന് ഈസിയാണ് വരാൻ. നമ്മുടെ ഇവിടുന്ന് എളുപ്പമാണ് വരാൻ. വാവ് ഗായ്സ്, അപ്പോൾ അത് എന്തോ ഒരു ടൈപ്പ് ആലാണ് കേട്ടോ. ആ ആലിൻ്റെ പേരെന്താ അറിയാനാന്ന് തോന്നുന്നു. അറിയാം കറക്റ്റ് പേര്. യെസ്, ആ ആലിൽ നിറച്ച് തേനീച്ചക്കൂടാണ്. അപ്പം നമ്മുടെ അമ്പലത്തിലെ നട തുറന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ പോലെ പറ്റി. അതെ, അപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അവർ നമ്മുടെ അടുത്ത് ഫോൺ തട്ടിപ്പറിക്കുമെന്ന് ഒരു പേടി എനിക്കുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഡ്രസ്സെ പിടിച്ച് വലിച്ചാണ് സർപ്പക്കാവ്. അതുകൊണ്ട് തന്നെ ഒരു ഇതാണ്. അതെ, അപ്പോൾ അമ്പലത്തിലേക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. പങ്ങ റിവേഴ്സാണ് നടക്കുന്നത്. ഈ കാണുന്നത് കല്ലുകളാണ്, ഇത് അമ്പലമാണ്. ഇത് മണല, അയ്യോ അല്ല കാടാണ്. അപ്പോൾ നമ്മുടെ അടുക്കളുള്ള പുഴയുണ്ട്, കുളമാണ്. അപ്പോൾ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നടന്ന് നീങ്ങാം. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിൽ ഇതേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വാവ്, ഇനിയിപ്പോൾ ക്യാമറ അല്ല അവിടെ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ. അമ്പലത്തിലേക്ക് നാളുകൾക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ അമ്പലത്തിലെ ചേഞ്ചൊക്കെ കണ്ട് ഞങ്ങൾ ടോട്ടലി അത്ഭുതപ്പെടുക. എൻട്രൻസ് എവിടെയെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാറ്റങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുമായിരുന്നു ഗായ്സ്. അപ്പം നമുക്ക് കാല് കഴുകിയിട്ട് കയറുന്ന സംവിധാനമൊക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ അവിടെയായിരുന്നു, ഇപ്പോൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാലൊക്കെ കഴുകി കയറാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, അമ്പലം ടോട്ടലി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഫുള്ള് മാറ്റി മറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറാവേ. ഓ ഗായ്സ്, ഓ നമ്മൾ കാലൊക്കെ കഴുകി വലതുകാല് വെച്ച് നമ്മൾ കയറുവാണ് ഗായ്സ്. അങ്ങനെ കാലൊക്കെ കഴുകി ശുദ്ധിയാക്കി വേണം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് മുമ്പിലേക്ക് തന്നെ ചെന്ന് കയറുന്ന അവിടെ ഫ്രണ്ടിൽ നമ്മുടെ അമ്പലക്കുളമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പം ശനിയും ഞായറും നമ്മുടെ അമ്പലത്തിൽ സ്പെഷ്യൽ പൂജയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ശനിയാഴ്ച ഭയങ്കര തിരക്കായിരിക്കും, ഞായറാഴ്ചയും ഇപ്പോഴത്തെ തിരക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മളങ്ങനെ ശിവഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ഞായറാഴ്ചകളിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ, പക്ഷേ തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശിവഭഗവാൻ ആ പൂജയിൽ തൃപ്തനാണെങ്കിൽ ശിവഭഗവാൻ ആ ശിവലിംഗം കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവും. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രതിഷ്ഠകൾ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനികാവ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശിവൻ മാത്രമായിരുന്നു. ഇപ്പോൾ അത് കൂടാതെ ഗണപതി, ശാസ്താവ്, ദുർഗ, അതേപോലെ തന്നെ വേറെ നമ്മുടെ ഈ അടുത്തുള്ള അമ്പലങ്ങളിലെ കുറച്ച് ദൈവങ്ങളെയും കൂടി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മാനികാവ് അമ്പലത്തിൻ്റെ ഐതിഹ്യം നോക്കിയാലോ ഗായ്സ്. ഇപ്പോൾ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി വേറെ കഥയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ നമ്മുടെ ഈ അമ്പലം ഇരുന്ന സ്ഥലത്ത് വലിയൊരു കാടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഈ പശുക്കളെ ആടുകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ആ ടൈമിൽ ഒരു പശു വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് അതിൻ്റെ അകിടിൽ നിന്ന് പാലിങ്ങനെ തനിയെ പോകുന്നത് അതിൻ്റെ ഉടമസ്ഥൻ കാണുകയാണ്. അപ്പോൾ ഉടമസ്ഥൻ വന്ന് നോക്കുന്ന സമയത്ത് ആ പാല് ചാടുന്ന സ്ഥലത്ത് നോക്കിയപ്പം ഒരു ശിവലിംഗമാണ് അവർക്ക് കാണാനായത് കേട്ടോ. അങ്ങനെ ഇവർ നാട്ടിൽ ഫുള്ള് അങ്ങനെ ഈ വാർത്ത പരക്കുകയാണ്. അങ്ങനെ കുറച്ച് മുനികൾ വന്ന് അവിടെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയ ടൈമിൽ അവർക്ക് അവിടെ തെളിഞ്ഞോളൊരു അമ്പലം ഭാവിയിൽ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ ആ മുനിമാർ നമ്മുടെ ശിവലിംഗം പൂജിക്കുകയും അതേപോലെ തന്നെ സ്വയംഭൂ ക്ഷേത്രമായി ഇവിടെ മാനികാവ് അമ്പലം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാനികാവ് എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുനികൾ അവിടെ പൂജ ചെയ്തുകൊണ്ട് തന്നെ മുനികാവ് എന്നായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ അത് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പം പറയുന്നത് നമ്മുടെ മാനികാവ് അമ്പലം എന്നാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ മാനികാവ് എന്ന് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് വന്നത്. അപ്പം നമ്മുടെ അർജുൻകുട്ടനെ അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിയമ്മനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ നമ്മൾ അമ്പലത്തിൽ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടി കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അർജുൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ സർപ്പക്കാവ് കണ്ടില്ലേ, അപ്പം ഇതിന് മുമ്പത്തെ സർപ്പക്കാവല്ല കേട്ടോ ഇത്. കാരണം നമ്മുടെ സർപ്പക്കാവിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ പഴയ സർപ്പക്കാവ് ഉള്ളത്. അപ്പോൾ പുതിയ സർപ്പക്കാവ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാഗസ്തുതിയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ നാഗസ്തുതിയും കൂടി നമ്മൾ പാടി പ്രാർത്ഥിക്കുക. അപ്പോൾ കണ്ടില്ലേ,
ഈ കാണുന്നതാണ് നമ്മുടെ മുമ്പത്തെ സർപ്പക്കാവെന്ന് പറയുന്നത്. കണ്ടോ? അപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ സർപ്പക്കാവ് പുതിയ സർപ്പക്കാവാണ്. സർപ്പക്കാവിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടൽ ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ചുറ്റിനും ഒത്തിരി ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കൂളായിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ചൂടത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രസാദമൊക്കെ വാങ്ങാൻ നിൽക്കും, നമ്മുടെ കാലൊക്കെ നല്ല പൊള്ളുന്നുണ്ട്. നമുക്കതുപോലെ തന്നെ വേറെ പ്രതിഷ്ഠകളുടെ അടുത്ത് പ്രാർത്ഥിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. കാലൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. സർപ്പക്കാവ് വരുമ്പോഴാണ് പിന്നെ ഒരു തണുപ്പുള്ളൊരു ആശ്വാസം എന്ന് പറയുവാണെങ്കിൽ. ഗായ്സിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ മാനിക അമ്പലത്തിൽ എല്ലാ ശനിയും ഞായറും അന്നദാനം ഉണ്ടാവുകയെ. അപ്പം നമ്മുടെ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ഭക്തജനങ്ങളെ വെറും കൈയോടെ വിടൂല, വയറ് നിറച്ച് ഫുഡ് തന്നിട്ടേ വിടുകയുള്ളൂ. അപ്പം ഇവിടെ ഫുഡ് വിളമ്പാൻ നിൽക്കുന്നവരുടെ അവസ്ഥ ഭയങ്കരമാണ്. കാരണം അവർ നമുക്ക് ഫുഡ് വിളമ്പിത്തരും, അതുപോലെ തന്നെ അവർ വിശപ്പ് സഹിച്ച് പിടിച്ചാണ് തരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഫുഡ് ചിലപ്പോൾ വരുപോലുമില്ല. അപ്പോൾ അവർ ഫുഡ് കഴിക്കാതെയാണ് അവർ നമുക്ക് ഫുഡ് വിളമ്പിത്തരുന്നതും. പിന്നെ അവർക്ക് കഴിക്കാൻ പോലും ഇല്ലാതെയായിരിക്കും നമുക്കവർ തരിക. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ. അപ്പം നമ്മളോട് എപ്പോഴും ഫുഡ് കഴിച്ചോ, ഇനി വേണോ എന്നൊക്കെ വന്ന് അന്വേഷിക്കുകയും ഇവിടെ വരുന്നവരെ വയറ് നിറച്ച് വിടുകയൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാമ്പാറും അച്ചാറും നമ്മുടെ കിച്ചടിയാന്ന് തോന്നുന്നു, പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫുഡിന് ശേഷം പായസം ഉണ്ടാവുകയെ. അപ്പോൾ പായസം നമ്മൾ വരുന്ന എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവില്ല, ചിലപ്പോഴൊക്കെ കേട്ടോ പായസം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ഡേയ്സിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചില ദിവസങ്ങളിലില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഗായ്സ്. അപ്പോൾ ഇത് നല്ല അടിപൊളി കട്ട പായസം കിട്ടി. അപ്പോൾ ഇന്നത്തെ പായസത്തിന് പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പഞ്ചാമൃതം കഴിക്കുന്ന പോലെ തോന്നി, അത്രയ്ക്ക് രുചിയായിരുന്നു. അപ്പോൾ പൈങ്കിളിക്ക് ഒരു വായൊക്കെ ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവാറ്റയും അതുപോലെ തന്നെ പൈങ്കിളിയും വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനും വാവാറ്റയാണ് ഇനി കഴിച്ചു തരാനുള്ളത്. ഞാനാണെങ്കിൽ പായസത്തിൻ്റെ ഒരു ഇതിലങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വാവാരുടെ ചോറ് പോലും കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ വാവാരുടെ പായസത്തിൽ കൈയിടാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അർജുനും ആൻറ്റിയമ്മയും നമ്മളെല്ലാവരും കൂടി ക്യാമറയ്ക്ക് ഒരു ഹായ് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ ആൻറ്റിയമ്മേൻ്റെ ഹാപ്പി ബർത്ത്ഡേയും കൂടിയായിരുന്നു കേട്ടോ ഗായ്സ് ഇന്ന്. അങ്ങനെ നമ്മുടെ അമ്പലം ഇതവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ ടൈമിൽ നമ്മളോട് അവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അമ്പലത്തിൻ്റെ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് തരണം, ഒരു പ്രമോഷൻ ആവുമല്ലോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ടെൻഷൻ മാറി കിട്ടി. നമ്മളോട് വീഡിയോ എടുക്കുമെന്ന് അവരെന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് റീൽസ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും അമ്പലം ക്ലോസും ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ ട്രൈ ചെയ്യാം നമ്മൾ എന്തായാലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആഫ്റ്റർ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോവുകയാണ്. അപ്പോൾ അർജുനെ ആൻറ്റിയമ്മേനെയൊക്കെ നമ്മൾ ടാറ്റ പറഞ്ഞ് വിട്ടു. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഐസ്ക്രീം ചേട്ടൻ പോയി കേട്ടോ, അത് ഭയങ്കര സാഡായി. അപ്പം നമ്മുടെ കണ്ടില്ലേ ഈ മരത്തിൽ ഇഷ്ടം പോലെ തേനീച്ചക്കൂടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പേരാൽ മരത്തിലാണ് കേട്ടോ ആ തേനീച്ചക്കൂടുള്ളത് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വരണം. അപ്പോൾ ഈ ചേട്ടൻ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്നൊന്ന് ഐസ്ക്രീം വാങ്ങാം. അപ്പോൾ എന്തായാലും കൂളാൻ വേണ്ടി. അപ്പോൾ ഭയങ്കര വെയിലാണ്, നമുക്ക് ഐസ്ക്രീം വാങ്ങാം. വാവ് ഗായ്സ്, അപ്പോൾ ദേ 2 ചോക്കോബാറും. നിനക്ക് എന്താ ഫ്രൂട്ട് സലാഡ് അല്ലേ? നമുക്ക് ഫ്രൂട്ട് സലാഡ്, അവർക്ക് ചോക്കോബാർ. ഇതാ ഫ്രൂട്ട് സലാഡ് വാങ്ങിക്കോ. വാവ് ഗായ്സ്, 20 rupees. ആ വാവ് ഗായ്സ്, നല്ല തണുപ്പത്ത് അടിപൊളി ചോക്കോബാർ. അയ്യോ സോറി, നല്ല ചൂടത്ത് തണുത്ത ചോക്കോബാർ. അതെ അവിടെ ഇപ്പോൾ ഇല്ലുണ്ട് ഗായ്സ്. ഇപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയുള്ള സ്ഥലമൊക്കെ ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ. ഭയങ്കര വെയിലാണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ചോക്കോബാറിന്. നിങ്ങൾക്ക് വേണോ? തിന്നോ, നല്ല ടേസ്റ്റാ ഗായ്സ്. ഇപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് പാർക്കിംഗ് ഏരിയ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് കുറച്ച് ഇറങ്ങാനുണ്ട്. അപ്പോൾ അമ്മച്ചിക്കൊന്നും നടന്ന് പോകാൻ തന്നെ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവർ സെറ്റാക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നേനെ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഇത് ഓട്ടോയിലൊക്കെ ചാടി കയറി വന്ന് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.